നമസ്കാരം. പ്രേമരാജൻ പുന്നാട്. വീണ്ടും ഇ ഡി വീണാട്ടി, തേക്കണ്ടി വീണയും ഇ ഡിയും. ഇപ്പോൾ 2 ദിവസമായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഇ ഡി വീണ്ടും വന്നു, അന്വേഷണങ്ങൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തവണ കോഴിക്കോടാണ് വന്നിട്ടുള്ളത്. അപ്പോഴേക്ക് ഒരുപാട് ആളുകൾ പ്രതിരോധവുമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം രാഷ്ട്രീയ പ്രേരിതമാണ് ഇ ഡിയുടെ അന്വേഷണം, ഇ ഡിയുടെ ഇടപെടൽ എന്ന് പറയുന്നതിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇപ്പോൾ ഇലക്ഷനില്ല, ഇപ്പം ഏതായാലും അടുത്തൊന്നും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണെന്ന് അറിയില്ല, ഏതായാലും രാഷ്ട്രീയ പ്രേരിതമാണ് പോലും. അപ്പോൾ ഇതിൻ്റെ ഒരു രസകരമെന്ന് പറയുന്നത്, വീണാട്ടി കമ്പനി തുടങ്ങിയത് AKG സെൻറ്ററിൻ്റെ പേരിൽ, AK എക്സാജോളജിക് കമ്പനി തുടങ്ങിയത്, അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം AKG സെൻറ്ററിൻ്റെ പേരിൽ. ഇപ്പോൾ സിം കാർഡ് എടുത്തിരിക്കുന്നത് CPIMൻ്റെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, കോഴിക്കോടുള്ള ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ മെമ്പർ പേരിൽ. അപ്പോൾ ഇതുകൊണ്ടായിരിക്കാം ഈ കൈകൾ ശുദ്ധമായെന്ന് പറഞ്ഞിട്ടുണ്ടാവുക. കാരണം നമ്മുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ, പണം വരുന്ന ബാങ്ക് അക്കൗണ്ട് മാത്രം, ബാക്കിയെല്ലാം പലരുടെയും പേരിലാണ്. കടലാസ് കമ്പനി എന്ന് പറയുന്നത് കേട്ടിട്ടുള്ളൂ. ഇപ്പോൾ കടലാസ് 2 രൂപയുടെ A4 ഷീറ്റ് വെച്ചിട്ട് ഒരു കമ്പനിയുടെ ഒരു വാടക കൊടുക്കുന്ന ഒരു ഷോപ്പിന് വെച്ച ബോർഡ്, അതിൽ തന്നെ മനസ്സിലാക്കാം എന്തോ ഉണ്ട്, അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ മുമ്പ് പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞത് വീണാട്ടിയുടെ കാര്യം വീണാട്ടി നോക്കിക്കോളും, അവർക്കത് കൈകാര്യം ചെയ്യാൻ അറിയാം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതുവരെ വീണാട്ടി ഒരു അക്ഷരം മിണ്ടുന്നില്ല. സിനിമയിൽ പറഞ്ഞ പോലെ ഈ കുട്ടിയൊന്നും മിണ്ടുന്നില്ല എന്ന് പറയുന്ന പോലെ ഈ കുട്ടി ഇതുവരെ വർത്താനം പറയുന്നില്ല. പ്രതിരോധിക്കുന്നതും ഇന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള സഖാവ് പിണറായി വിജയനും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ് MLA-യും എന്തുകൊണ്ട് അവർ പറയുന്നില്ല, ഞാൻ കട്ടിട്ടില്ലെങ്കിൽ, ഞാൻ അഴിമതി നടത്തിയിട്ടില്ലെങ്കിൽ ഇതൊന്നുമല്ല, ഇത് വെറും വേട്ടയാടൽ മാത്രമാണെന്ന് പറഞ്ഞിട്ട് പാകതയും ഒരു കമ്പനി തുടങ്ങാൻ മാത്രമുള്ള, അതുപോലെ തന്നെ ഒരു IT നിരവധി കമ്പനികൾ തുടങ്ങാൻ ബുദ്ധിയും കഴിവുമുള്ള പ്രാപ്തിയുമായിട്ടുള്ള ഒരാൾക്ക് വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ അഭിമുഖീകരിച്ച് വിശദീകരിച്ചൂടെ? പക്ഷെ അവർക്ക് പ്രതിരോധം തീർക്കാൻ വൻമരം എന്നുള്ള നിലയിൽ 2 പേരുണ്ട്. പ്രതിപക്ഷ നേതാവുണ്ട്, MLA ആയിട്ടുള്ള മുഹമ്മദ് റിയാസ്, CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുണ്ട്. പോരാതിന് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ CPIMൻ്റെ അവർ സിം കാർഡ് എടുത്തു കൊടുക്കാനും കടമുറി വാടകയ്ക്ക് എടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെ ഒരു ബിംബം മാത്രമാണ്. ഇവരുടെ പേരിൽ എന്തൊക്കെയല്ലോ കാട്ടിക്കൂട്ടി എന്ന് മാത്രമല്ലാതെ മറ്റെന്താ പറയാൻ പറ്റുമോ? പക്ഷേ ഇതിനെ പ്രതിരോധിക്കാൻ ഇപ്പോൾ പറയുന്നു, പാർട്ടിയുടെ വക വിശദീകരണ യോഗം മുതലക്കുളം മൈതാനത്ത് നടത്തുന്നു, സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുന്നു. ഇനി പാർട്ടി ED കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിനെതിരെ പാർട്ടി പ്രതിരോധം തീർക്കണം. നിങ്ങൾ ചെയ്ത പാപഭാരം ചൊല്ലല്ല പല്ലുഹേ നാവേ, ചൊല്ലല്ല ഏറെ ഒരിക്കലും, നിന്റെ കുറ്റത്തിനൊക്കെയും സ്ഥാനഭ്രംശം എനിക്കോ എന്ന് പറയുന്നത് പോലെ ഇപ്പം നിങ്ങൾ ചെയ്ത എല്ലാ കുറ്റത്തിനെയും പാപഭാരം പാർട്ടി പ്രവർത്തകർ ഏറ്റെടുത്തുകൊള്ളുക, അവർ വന്ന് നിന്നുകൊള്ളുക, സമരം ചെയ്തുകൊള്ളുക, പരിപാടിയിൽ പങ്കെടുത്തുകൊള്ളുക. എന്നിട്ട് പറയാം, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എത്ര സംസ്ഥാന സെക്രട്ടറിമാരുണ്ടായിരുന്നു? ഇടതുപക്ഷ CPIMൻ്റെ എത്ര മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു? അവർക്കൊന്നുമില്ലാത്തൊരു വേട്ടയാടൽ എന്തുകൊണ്ടാണ് ഇവർക്ക് മാത്രം ഉണ്ടാവാൻ കാരണം? ഇപ്പം ഒരു സംസ്ഥാന സെക്രട്ടറി ഇല്ലേ ഇവിടെ? ഇപ്പോഴുള്ള സംസ്ഥാന സെക്രട്ടറിക്ക് മകനുമുണ്ട്, മകളും ഉണ്ടല്ലോ. എന്തുകൊണ്ട് അവരെ വേട്ടയാടുന്നില്ല? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ വളർന്നു വരുന്നത് കൊണ്ടാണെങ്കിൽ അവരെ വേട്ടയാടിക്കൂടെ? MA ബേബി അഖിലേന്ത്യാ നേതാവിൻ്റെ മക്കളില്ലേ? മറ്റേതെല്ലാം സംസ്ഥാനങ്ങളിൽ ഉണ്ട്, അവരെ ഒന്നും വേട്ടയാടാതെ ഇവിടെ മാത്രം ഒരാളെ മാത്രം ഇങ്ങനെ ചെയ്യുന്നു. അതിലെന്തോ ഉണ്ട്, ഉറപ്പാണ്. പക്ഷേ എന്താ പറയേണ്ടത്, കുറേ ആളുകൾ, അവർക്ക് പിന്നെ പരിപാടിക്ക് പോകാതിരിക്കാനും പറ്റില്ല, നേതാവ് പറഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് കൂടുതൽ ഈ വീണാട്ടിയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട് ED അന്വേഷണവുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രതിരോധം തീർക്കാൻ പോയി കഴിഞ്ഞാൽ പാർട്ടി കൂടുതൽ കുഴപ്പത്തിലേക്ക് മാത്രമല്ല, പാർട്ടി കൂടുതൽ തകർച്ചയിലേക്കേ പോവുള്ളൂ. ഇത് പാർട്ടിക്ക് ഒരുപാട് ദോഷമേ ഉണ്ടാക്കുന്നുള്ളൂ. മുഹമ്മദ് റിയാസിനെ വേട്ടയാടുന്നൊന്നുമില്ല. മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞാൽ വീണാട്ടിയുടെ ഭർത്താവാണ്. വീണാട്ടിയുടെ ഭർത്താവിനെ ചോദ്യം ചെയ്യും. ഭർത്താവുമായി ബന്ധപ്പെട്ട ആളുകളെ അവരുടെ ഡയറിയിൽ
പേരെഴുതി വെച്ച ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകളെ, അങ്ങനെയല്ലേ നമ്മൾ അറിഞ്ഞത് ഇവരെ വീട്ടിലാണ് ഇപ്പോഴും സിം ഉപയോഗിക്കുന്നതെന്ന്. അതൊരു യാഥാർത്ഥ്യമല്ലേ? അവർ എന്തിനാ സ്വന്തം പേരിൽ എത്ര സിം എടുക്കുക, എന്നിട്ടൊരു വേറൊരാളുടെ പേരിൽ സിം ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ MLA ഭാര്യ, മറ്റൊരാളുടെ ഫോൺ നമ്പർ, അതൊരു പാർട്ടി പ്രവർത്തകൻ്റെ സിം ഉപയോഗിക്കുന്നത്? അവിടെ തന്നെ ഉണ്ടല്ലോ ഒരു കള്ളത്തരം, അവിടെ തന്നെ ഉണ്ടല്ലോ ഒരു തെറ്റ്. അത് തന്നെ പിന്നെ എന്ത് വിശദീകരിക്കാനാ? പിന്നെ എപ്പോഴും ഇങ്ങനെ പലതും പറഞ്ഞ് വിശദീകരിച്ചും പ്രസംഗിച്ചും പഠിച്ചവർക്ക് എന്നും പ്രസംഗിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇത് ശരിയല്ല. ഇതിൽ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ പാർട്ടിയെ ഉപയോഗപ്പെടുത്തുന്നത് ഒട്ടും ശരിയല്ലാത്തൊരു രീതിയാണ്. ഇതെല്ലാം കാണിച്ചിട്ട്, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം പിണറായി സംസ്ഥാന സെക്രട്ടറി ആകുന്നതിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിരുന്നു, ചടയൻ ഗോവിന്ദൻ. ആ ചടയൻ ഗോവിന്ദൻ എന്ന് പറയുന്ന അന്തരിച്ച സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിൽ ചായക്കാരനായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഒരുപാട് സംസ്ഥാന സെക്രട്ടറിമാർ, നായനാർക്ക് എത്ര മക്കളുണ്ടായിരുന്നു, EMS ഉണ്ടായിരുന്നു, AKGക്ക് എത്ര മക്കളുണ്ടായിരുന്നു, ഇവരെയൊന്നും ഒരു കേന്ദ്ര ഏജൻസിയോ ഇവിടുത്തെ പോലീസോ പട്ടാളമോ വേട്ടയാടിയിട്ടില്ല. ഇവിടെ മാത്രം. അതിന് പറയാണ് ഓരോരുത്തർ, അത് അങ്ങനെയാണ്, ആനയാ ചേനയാന്ന്, എന്തോ ആയിക്കോട്ടെ. പുകയുണ്ടെങ്കിൽ തീ ഉണ്ടാവും, തീ ഉണ്ടെങ്കിൽ പുകയുണ്ടാവും, അത്രയേ ഉള്ളൂ. അത്രയും മനസ്സിലാക്കേണ്ടു. ഇതിനകത്ത് വലിയ ക്രമക്കേട് നടന്നു എന്നുള്ളതല്ലേ. ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കുക, നിരവധി കമ്പനി തുടങ്ങാൻ സാമർഥ്യവും കഴിവുമുള്ള ഒരാൾ ഇതുവരെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഒരു വിശദീകരണം നൽകുന്നില്ല. എന്നിട്ട് പിന്നെ അവർ പ്രാപ്തയാണ്, അവർ കഴിവുള്ളവരാണെന്ന് ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും പറയാം. ഇപ്പം പറയാണ് പാർട്ടി പ്രതിരോധം തീർക്കും, സംസ്ഥാന സെക്രട്ടറി പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. മനസ്സിലാകുന്നില്ല ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നതെന്ന്. മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ മുഹമ്മദ് റിയാസ് ഭർത്താവ് എന്നുള്ള നിലയിലാണ്. കഴിഞ്ഞ തവണ ഒരാൾ മുഖ്യമന്ത്രിയും ഭർത്താവ് ടൂറിസം മന്ത്രിയും അച്ഛൻ മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ പിന്നെ കടലാസ് കമ്പനി റൂം അടക്കം എടുത്തിട്ടുള്ളത്. ആ കമ്പനി റൂം പൂട്ടിയിട്ടിരിക്കുന്നത് അതിലൊക്കെ ദുരൂഹത തന്നെയല്ലേ. എന്നിട്ട് പാവപ്പെട്ടവരായ നിരവധിയായ പാർട്ടി പ്രവർത്തകന്മാരെ പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് കൊണ്ടുവരിക. പിന്നെ ഇതിനെല്ലാം മറുപടി പറയുന്നത് വീണാട്ടി മറുപടി ഒന്നും പറയില്ല. മുഹമ്മദ് റിയാസും പ്രതിപക്ഷ നേതാവും പിന്നെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ ED ആളുകളും പിന്നെ സംശയിക്കും. ED അവരെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ ആ വീണാട്ടി വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അതിൻ്റെ വസ്തുതകൾ വിശദീകരിക്കണ്ടേ? ഇതുവരെ വിശദീകരിക്കാത്തത് അതിലെന്തോ പ്രശ്നമുണ്ട്. പക്ഷേ വീണാട്ടിക്ക് ഒരു കാര്യം ഉറപ്പാണ്, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിന് ഒരു കാര്യം ഉറപ്പാണ്, പാർട്ടിയെ വെച്ചുകൊണ്ട് പ്രതിരോധം തീർക്കാം. അതുകൊണ്ടാണ് കമ്പനി തുടങ്ങുമ്പോൾ AKG സെൻറ്ററിൻ്റെ പേരിൽ തുടങ്ങി, ആ സിം കാർഡ് എടുക്കുമ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുടെ പേരിലെടുത്തു. ഇനിയിപ്പോൾ എന്തെല്ലാം ആരുടെയൊക്കെ പേരിലാണ് ഉണ്ടാകുക അറിയില്ല, പക്ഷേ ബാങ്ക് അക്കൗണ്ട് എൻ്റെ സ്വന്തം പേരിലാണ്. ലാൽ സലാം.